2025 5ാം ക്ലാസ് അറബിക് ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ. ഒന്നാമത്തെ ചോദ്യം, നുക്മിലുൽ ഹിവാറ, സംഭാഷണം പൂരിപ്പിക്കാം. ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് നോക്കിയിട്ട് വേണം സംഭാഷണം പൂരിപ്പിക്കാൻ. ദഹബ ഖാലിദുൻ ഇലാ ബൈത്തി സദീഖിഹി ജുബൈറിൻ മസാഅൻ. ഖാലിദ് തൻ്റെ കൂട്ടുകാരനായ ജുബൈറിൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം പോയി. ഫവജദ ബൈത്തഹു ഖരിബൻ, അപ്പോൾ അവൻ്റെ വീട്, ജുബൈറിൻ്റെ വീട് കണ്ടു ഹരിബായിക്കൊണ്ട്, കേടുപാട് വന്നതായിട്ട് കണ്ടു. ഫിൽ ഫയലാനാത്തി, വെള്ളപ്പൊക്കത്തിൽ. അറാദ ഖാലിദുൻ, ഖാലിദ് ഉദ്ദേശിച്ചു, അൻ യബ്നിയ ബൈത്തൻ ജദീദൻ ലിസുദീഖിഹി, തൻ്റെ കൂട്ടുകാരന് വേണ്ടി പുതിയൊരു വീട് നിർമ്മിച്ചു നൽകാൻ. വഫിൽ ഗദി, പിറ്റേന്ന് ജലസ ഖാലിദുൻ ഫി സൊഫി, ഖാലിദ് ക്ലാസ്സിലിരുന്നു. എങ്ങനെ? മുഫക്കിറൻ, ചിന്തിച്ചുകൊണ്ട് ഇരുന്നു. അൻ ബിനാ ഇൽ ബൈത്തി, വീട് നിർമ്മിക്കുന്നതിനെ പറ്റി. അപ്പോൾ സഅലഹുൽ മുദരിസ് അവനോട് ചോദിച്ചു, മാതാ തുഫക്കിറു യാ ജുബൈർ, അല്ല യാ ഖാലിദാണ് വേണ്ടത്. ഖാലിദെ, നീ എന്താണ് ചിന്തിക്കുന്നത്? ഫദാറ ബൈനഹു വ ബൈനൽ മുദരിസി ഹിവാറുൻ, അപ്പോൾ അവനും മുദരിസിനും ഇടയിൽ ഒരു ഹിവാർ നടന്നു. അൽ മുദരിസ്, ബിമ തുഫക്കിറു, നീ എന്താണ് ചിന്തിക്കുന്നത്? ഖാലിദ്, അഹ്താജ് ഇലാ മബ്ലഗിൻ കബീരിൻ, എനിക്ക് വലിയൊരു എമൗണ്ട് വേണം. മബ്ലഗ്, എമൗണ്ട്, തുക, പണം. അൽ മുദരിസ്, ലിമ ഹാദൽ മബ്ലഗു, എന്തിനാണ് ഈ തുക? ഖാലിദ്, ലിബിനാഇ ബൈത്തിൻ ജദീദിൻ, ലിബിനാഇ ബൈത്തിൻ ജദീദിൻ എന്ന് പറഞ്ഞു, പുതിയൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി. അൽ മുദരിസ്, ലിമൻ, ആർക്ക് വേണ്ടിയാണ്? ഖാലിദ്, ലി സദീഖി ജുബൈർ, എൻ്റെ കൂട്ടുകാരനായ ജുബൈറിന് വേണ്ടി. ഖരിബ ബൈത്തുഹു, അവൻ്റെ വീട് കേടുവന്നു. അൽ മുദരിസ്, അല്ലെങ്കിൽ വീട് തകർന്നുപോയി, നശിച്ചുപോയി. അൽ മുദരിസ്, കൈഫ, എങ്ങനെ? ഖാലിദ്, ഫിൽ ഫയലാനാത്തി, വെള്ളപ്പൊക്കത്തിൽ. അപ്പോൾ മുദരിസ് പറയുകയാണ്, ലാ തഹസൻ, ദുഃഖിക്കേണ്ട. സനജ്മഉൽ മബ്ലഗ, നമ്മൾ മബ്ലഗ്, എമൗണ്ട് കളക്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഖാലിദ്, ശുക്രൻ, ജസാക്കല്ലാഹ്. ശുക്രൻ എന്ന് എഴുതിയാൽ മതി. നുക്മിലുൽ ജുമല, ജുംലകൾ പൂരിപ്പിക്കണം. ബിസ്തിഖ്ദാമി ഹർഫിൽ ജർരി, ഹർഫു ജറിന്റെ ഹർഫ് ഉപയോഗിച്ചുകൊണ്ട്. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. അൽ മിസാൽ, അൽ ബബ്ഗാ ഫിൽ ഖഫസി, തത്ത കൂട്ടിലാണ് ഉള്ളത്. ഒന്ന്, യർജിഉ ദാരിസു മിനൽ മദ്രസത്തി ഇലൽ ബൈത്തി, വിദ്യാർത്ഥി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നു. അടുത്ത, തർഫഉ ത്വാഇറത്തു മിനൽ മദ്രജി, വിമാനം റൺവേയിൽ നിന്നും ഉയരുന്നു. മദ്രജ്, റൺവേ. യജ്ലിസുൽ ഖുറാബു അല ശജറത്തി, കാക്ക മരത്തിന്റെ മേൽ ഇരിക്കുന്നു. തഖൂമുൽ മുദരിസത്തു ഫി സൊഫി, അധ്യാപിക ക്ലാസ്സിൽ നിൽക്കുന്നു. അൽ ഖലമു അല ത്വാവിലത്തി, പേന മേശയുടെ മേലാണുള്ളത്. ഇനി 3, നുലാഹിലുൽ ലൗഹാത്തി, താഴെയുള്ള ബോർഡുകൾ വായിച്ചു നോക്കാം, നിരീക്ഷിച്ചു നോക്കാം. വനസ്തഖ്രിജ് മിൻഹ, എന്നിട്ട് അതിൽ നിന്നും കണ്ടെത്താം. മാ യുനാസിബു, യോജിക്കുന്നത്. ബിൽ മുഹാഫലത്തി അലൽ മായി, വെള്ളം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട, അതുമായിട്ട് യോജിക്കുന്ന കാര്യങ്ങൾ ഈ ബോർഡുകൾ കണ്ടെത്തി എഴുതിയാൽ മതി. ഒന്നാമത്തത്, അൽ ഖംറു ഉമ്മുൽ ഖബായിഫ്, മദ്യം തെറ്റുകളുടെ മാതാവാണ്. ഇത് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട വാചകമല്ല. ഹാഫിളു അലൻ നലാഫത്തി, വൃത്തിയായി സൂക്ഷിക്കുക, എല്ലാം, അതും ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടതല്ല. ലാ ഹയാത്ത ബിലാ മാഇൻ, വെള്ളമില്ലാതെ ജീവിതമില്ല, അതുമായി ബന്ധപ്പെട്ടതാണ്. ഖത്രത്തുൽ മാഇ ഹയാത്തുൻ, വെള്ളത്തിന്റെ തുള്ളി ജീവിതമാണ്, അതും അതിൽപ്പെട്ടതാണ്. യോമുൽ ഇസ്തിഖ്ലാലി യൗമുൻ സഈദുൻ, സ്വാതന്ത്ര്യദിനം സന്തോഷകരമായ ദിനമാണ്, അതിൽ പെട്ടതല്ല. അൽ മാഉ നിഅമത്തു മിനല്ലാഹി, വെള്ളം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, അതുകൊണ്ട് നമ്മൾ വെള്ളം സംരക്ഷിക്കണം, അതിൽപ്പെട്ടതാണ്. അൽ മാഉ അസാസുൽ ഹയാത്തി, വെള്ളം ജീവിതത്തിന്റെ അസാസാണ്, അടിസ്ഥാനമാണ്, അതും അതിൽപ്പെട്ടതാണ്. കുലിൽ ഹക്ക വലൗ കാന മുറൻ, കൈപ്പാണെങ്കിലും സത്യം മാത്രമേ പറയാകൂ, അതിൽപ്പെട്ടതല്ല. അൽ അഖ്ലു സലീമു ഫിൽ ജിസ്മി സലീമി, ആരോഗ്യകരമായ ബുദ്ധി ആരോഗ്യകരമായ ശരീരത്തിലാണ്, അതും വെള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ടതല്ല. കുല്ല് ഹയ്യിൻ മിനൽ മായി, എല്ലാ ജീവനുള്ളവയും വെള്ളത്തിൽ നിന്നാണ് എന്നത് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ അതൊക്കെ എടുത്തെഴുതുക. ഇനി ബി, നഖ്റഉ തസ്രീഹാത്തി താലിയ, താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. വനഖ്താറു, എന്നിട്ട് സെലക്ട് ചെയ്യാം. സുതൂറൻ മുനാസിബത്തൻ, അനുയോജ്യമായ വരികൾ. മിനൽ മൻലൂമി, കവിതയിൽ നിന്നും. വനക്തുബുഹ, എന്നിട്ടത് എഴുതാം. താഴെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ കവിത വായിച്ചു നോക്കണം. അതിനുശേഷം ഇവിടെയുള്ള തസ്രീഹാത്ത്, സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. അപ്പോൾ മനസ്സിലാകും ഓരോ സ്റ്റേറ്റ്മെന്റിനോടും യോജിക്കുന്ന വരി ഏതാണ് എന്ന് മനസ്സിലാകും.
കവിത വായിച്ചു നോക്കാം. അൽമാ ഉ സുമ്മൽ മാ ഉ, വെള്ളം പിന്നെയും വെള്ളം, വമിസ്ലുഹുദ്ദവാ ഉ, അതുപോലെയാണ് മരുന്നും, അല്ലെങ്കിൽ വെള്ളം മരുന്നിനെ പോലെയാണ്. അൽമാ ഉ ഫിൽ ബിലാദി, ഒരു നാട്ടിൽ ഒരു രാജ്യത്ത് വെള്ളം എന്ന് പറയുന്നത് കറൂഹി ഫിൽ അജ്സാദിൽ, ശരീരത്തിൽ റൂഹിനെ പോലെയാണ്, ആത്മാവിനെ പോലെയാണ്. ആത്മാവില്ലാത്ത ശരീരം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ വെള്ളമില്ലാത്ത നാട് കൊണ്ടൊരു കാര്യവുമില്ല. തഹിയ ബിഹി സുഹൂറു, അതുകൊണ്ട് പൂക്കൾ ജീവിക്കുന്നു വെള്ളം കൊണ്ട്. വമിസ്ലുഹ തുയൂറു, അതേപോലെ പക്ഷികളും. ബിഹി അൽ ഇലാഹു ജാദലിയ റഹമൽ ഇബാദ, അതുകൊണ്ടാണ് അള്ളാഹു വെള്ളം മനുഷ്യർക്ക് കാരുണ്യമായി കൊണ്ട് വെള്ളം നൽകിയത്. തബ്ദീറുഹു ഹറാമുൻ, അത് അമിതമായി ചിലവഴിക്കൽ ഹറാമാണ്. വഹിഫ്ലുഹു സലാമുൻ, അത് സംരക്ഷിക്കൽ, വെള്ളം സംരക്ഷിക്കൽ സമാധാനപരമായ കാര്യമാണ്, നല്ല കാര്യമാണ്. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇസ്രാഫുൽ മിയാഹി ഹറാമുൻ, വെള്ളം ദുർവ്യയം ചെയ്യൽ ഹറാമാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുമായിട്ട് യോജിക്കുന്ന വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തബ്ദീറുഹു ഹറാമുൻ വഹിഫ്ലുഹു സലാമുൻ, കവിതയിലെ ഏറ്റവും അവസാനത്തെ വരി. 2, അസുഹൂറു തൻമുബിൽ മായി, പൂക്കൾ വെള്ളം കൊണ്ട് വളരുന്നു, അതുമായിട്ട് യോജിച്ച വരി തഹിയ ബിഹി സുഹൂറു വമിസ്ലുഹ തുയൂറു എന്നതാണ്. 3, അൽമാ ഉ മിസ്ല റോഹി ഫിൽ അബ്ദാനി, വെള്ളം ശരീരത്തിലെ ആത്മാവിനെ പോലെയാണ്, അതേ വരിയാണ് അൽമാ ഉ ഫിൽ ബിലാദി കറൂഹി ഫിൽ അജ്സാദി എന്നത്. 4, അൽമാ ഉ കദ്ദവാഇ, വെള്ളം മരുന്നിനെ പോലെയാണ്, അൽമാ ഉ സുമ്മൽമാ ഉ വമിസ്ലുഹുദ്ദവാ ഉ, ഒന്നാമത്തെ വരി. ഇനി അഞ്ചാമത്തത്, മാ ജമ്മു കലിമത്തി ത്വായിർ, ത്വായിർ പക്ഷി, അതിന്റെ ജമ്മ എന്താണ്? തുയൂറാണ് ശരിയുത്തരം അല്ലേ. ത്വായിറിന്റെ ജമ്മ തുയൂർ. ഇനി നുലാഹിലു അൽ മഷ്ഹദ വനുഇദ്ദു ബയാനൻ അൻഹു, ഈ സീൻ, ഈ മഷ്ഹദ്, ഈ രംഗം നിരീക്ഷിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു ബയാൻ, ഒരു വിവരണം തയ്യാറാക്കാം. ആദ്യം വിവരണം തയ്യാറാക്കാൻ വേണ്ടിയുള്ള കുറെ പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ത്വായിറത്തുൻ, അതായത് വിമാനം. പിന്നെ തൊയ്യാർ, പൈലറ്റ്, ഇവിടെ ഒരു പൈലറ്റ് നിൽക്കുന്നുണ്ട് അല്ലേ. മദ്രജ്, റൺവേ, വിമാനം ഓടുന്ന സ്ഥലം. മുലീഫത്തു ത്വായിറത്തി, എയർ ഹോസ്റ്റസ് ഇവിടെയുണ്ട്. പിന്നെ ജവാസു സഫർ, പാസ്പോർട്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു പാരഗ്രാഫ് തയ്യാറാക്കാമെന്ന് നോക്കാം. തുടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാദാ മത്താറുൻ, ഇതൊരു എയർപോർട്ടാണ്. ഫിൽ മത്താരി ത്വായിറത്തുൻ, എയർപോർട്ടിൽ വിമാനമുണ്ട്. പല രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അത്വായിറത്തു തർഫഉ മിനൽ മദ്രജ്, വിമാനം റൺവേയിൽ നിന്നും ഉയരുന്നുണ്ട്. ഹുനാക്ക ഉസറത്തുൻ, ഒരു കുടുംബമുണ്ട്. തജ്ലിസു ഫി അസ്വാലത്തി, ഫി സ്വാലത്തി, സ്വാലത്തിൽ ഇരിക്കുന്നുണ്ട് ഒരു കുടുംബം. ഇതാണ് ഒരു കുടുംബം അല്ലെ. സ്വാലത്ത് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലെ ഹാളിൽ ഈ ഒരു കുടുംബം ഇരിക്കുന്നുണ്ട്. ഹും മുസാഫിറുന, അവരൊക്കെ യാത്രക്കാരാണ്. ഫി ഐദീഹിം ജവാസു സഫർ, അവരുടെ കൈകളിൽ പാസ്പോർട്ടുകളുണ്ട് അല്ലെ. ജവാസു സഫർ മീൻസ് പാസ്പോർട്ട്, ഓരോരുത്തരുടെയും കയ്യിൽ പാസ്പോർട്ട് കാണാം. പിന്നെ തഖൂമു ഷാബത്തുൻ വറാ അൽ ഉസ്രത്തി, കുടുംബത്തിന്റെ പിന്നിൽ ഒരു യുവതി നിൽക്കുന്നുണ്ട്. എന്താണ് യുവതി അല്ലെ? അവരാരാണ്? ഹിയ മുലീഫത്തു ത്വായിറത്തി, അവർ എയർ ഹോസ്റ്റസ് ആണ്. ഇനി വേണമെങ്കിൽ വാ ഇൻദഹ യഖൂമു തൊയ്യാറുൻ, അവളുടെ അടുക്കൽ ഒരു തൊയ്യാർ, പൈലറ്റും കൂടെ നിൽക്കുന്നുണ്ട്, അതും എഴുതാം. പിന്നെ ഹാദാ മഷദുൻ ജമീലുൻ, ഇതൊരു മനോഹരമായ കാഴ്ചയാണ്, അങ്ങനെ എഴുതുക. ഇനി ഇവിടെ നമ്മൾ ഈ ചിത്രം നോക്കിയിട്ട് വേണം പൂരിപ്പിക്കാൻ. നുക്മിലുൽ ജുംലകൾ പൂരിപ്പിക്കാം. ഒന്നാമത്തത് ഉദാഹരണമായി കൊടുത്തിരിക്കുന്നു. ഡേഷ് അൽ വലതു അൽ അസ്നാന, കുട്ടി അൽ അസ്നാൻ, പല്ലുകൾ എന്ത് ചെയ്യുന്നു? വൃത്തിയാക്കുന്നു അല്ലെ. വൃത്തിയാക്കുന്നു എന്ന വാക്കാണ് ഡേഷ് ഉള്ളിടത്ത് വെക്കേണ്ടത്. അതായത് യുനല്ലിഫുൽ വലതു അൽ അസ്നാന, കുട്ടി പല്ലുകൾ വൃത്തിയാക്കുന്നു. ഇനി അടുത്തത്, ഒരു പെൺകുട്ടി പാല് കുടിക്കുകയാണ്. അതെങ്ങനെ പറയാം? തഷ്റബുൽ ബിന്ദു അൽ ഹലീബ, പെൺകുട്ടി ഹലീബ് കുടിക്കുന്നു, പാല് കുടിക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഒരു കുട്ടി ചെടി നനക്കുന്നു അല്ലെ. അപ്പോൾ യസ്കിൽ വലതു അശത്തിലത്ത, വലതാണ് ചെടി നനക്കുന്നത് അല്ലെ, അതുകൊണ്ട് വലത് എന്ന് എഴുതാം. യസ്കി മീൻസ് നനക്കുന്നു, ശത്തിലത്ത് ചെടി. തദ്ഹബുൽ ബിന്ദു ഇലൽ മദ്രസത്തി, പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നു. യഗ്സിലു അൻവറു അല്യദ, അൻവർ കൈ കഴുകുന്നു, അല്ലെങ്കിൽ യുനല്ലിഫു അൻവറു അല്യദ, അൻവർ കൈ വൃത്തിയാക്കുന്നു. തഖറ ഉൽ ഉമ്മു അൽ ജരീദത്ത, ഉമ്മ പത്രം വായിക്കുന്നു. തഖറ വായിക്കുന്നു, അങ്ങനെ എഴുതുക. ഇനി നുലാഹിലു വനക്തുബു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാം. ഉദാഹരണം, ഖറഅത് ദാരിസു അൽ കിതാബ എന്നാണ്, വിദ്യാർത്ഥി പുസ്തകം വായിച്ചു അല്ലെ. അത് മാറ്റിയിട്ട് എങ്ങനെ എഴുതി? ഖറഅത്തുൽ കിതാബ, ഞാൻ പുസ്തകം വായിച്ചു. അപ്പോൾ ഇനിയുള്ള എല്ലാ സെന്റൻസുകളിലെയും പ്രവൃത്തി ഞാൻ ചെയ്തു എന്ന് പറയണം. ഒന്നാമത്തത്, ഖറജത്ത് ഖദീജത്ത് മിനൽ ബൈത്തി, ഖദീജ വീട്ടിൽ നിന്നും പുറപ്പെട്ടു.
അത് എങ്ങനെ എഴുതി? ഖറജ്തു മിനൽ ബൈത്തി, ഞാൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. 2 നല്ലഫ സൽമാനു അസ്സഫ, സൽമാൻ ക്ലാസ് വൃത്തിയാക്കി. അത് നല്ലഫ്തു സഫ, ഞാൻ ക്ലാസ് വൃത്തിയാക്കി. 3 ലഅബത് ത്വാലിബു ഫിൽ മൈദാനി, വിദ്യാർത്ഥി ഗ്രൗണ്ടിൽ കളിച്ചു. അത് ലഅബ്തു ഫിൽ മൈദാനി, ഞാൻ ഗ്രൗണ്ടിൽ കളിച്ചു. സാറത്തിൽ ബിന്ദു അൽ ഹദീഖത്ത, പെൺകുട്ടി പൂന്തോട്ടം സന്ദർശിച്ചു. സുർത്തുൽ ഹദീഖത്ത, ഞാൻ പൂന്തോട്ടം സന്ദർശിച്ചു. ജലസത്തിൽ ഉമ്മു അലൽ കുർസി, ഉമ്മ കസേരയിൽ ഇരുന്നു. ജലസ്തു അലൽ കുർസി, ഞാൻ കസേരയിൽ ഇരുന്നു. അങ്ങനെ എഴുതുക. നഖറഉൽ ഖിസ്സത വനുജീബു അനിൽ അസ്ഇല, ഈ കഥ വായിച്ചു നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. കഥ: ദാത്ത യൗമിൻ, ഒരു ദിവസം ഖതഫ ഖുറാബുൻ ഖുബ്സൻ, ഒരു കാക്കയൊരു ഖുബ്സ്, ഒരു റൊട്ടി തട്ടിപ്പറിച്ചു. വജലസ അല ഉസ്നി ഷജറത്തിൻ, എന്നിട്ട് ഒരു മരത്തിന്റെ കൊമ്പിലിരുന്നു. ബഅദ ഖലീലിൻ, അല്പസമയത്തിന് ശേഷം മറ സഅലബുൻ, ഒരു കുറുക്കൻ പോയി. ബിജാനിബി ഷജറത്തി, മരത്തിന്റെ അരികിൽ കൂടെ. റഅ സഅലബു അൽ ഖുറാബ, കുറുക്കൻ കാക്കയെ കണ്ടു. ഫക്കറ സഅലബു ഫീ ഹീലത്തിൻ, അപ്പോൾ കുറുക്കനൊരു സൂത്രം ആലോചിച്ചു. ഖാല ലിൽ ഖുറാബി, അവൻ ഖുറാബിനോട് ചോദിച്ചു, പറഞ്ഞു: സദീഖി, കൂട്ടുകാരാ, മാ അജ്മല സൗത്തക, എന്തൊരു ഭംഗിയുള്ള ശബ്ദമാണ് നിന്റേത് എന്ന് ചോദിച്ചു. അതാണ് കഥ. ഇനി ചോദ്യം: അയിന ജലസൽ ഖുറാബ്, ഖുറാബ് എവിടെയാണ് ഇരുന്നത്? ഉത്തരം: ജലസൽ ഖുറാബു അല ഊസ്നി ഷജറത്തിൻ. അതാണ് ഖുറാബ് മരത്തിന്റെ കൊമ്പിലാണ് ഇരുന്നത്. മാതാ ഹതഫൽ ഖുറാബ്, ഖുറാബ് എന്താണ് തട്ടിപ്പറിച്ചത്? ഹതഫൽ ഖുറാബ് ഹുബ്സൻ, ഖുറാബ് ഒരു റൊട്ടിയാണ് തട്ടിപ്പറിച്ചത്. സ്വദീഖി മാ അജ്മല സൗത്തക, കൂട്ടുകാരൻ എന്തൊരു ഭംഗിയുള്ള ശബ്ദമാണ് നിന്റെ. മൻ കാലഹാദ, ഇതാരാണ് പറഞ്ഞത്? കാലഹാദ സഅലബൻ, ഇത് സഅലബാണ് പറഞ്ഞത്. അഗ്സാനുൻ, കൊമ്പുകൾ. മുഫ്രദുഹു, അതിന്റെ മുഫ്രദ് ഹൂസ്നുൻ എന്നാണ്. നക്തബു ഉൻവാനൻ ലിഹാദിഹിൽ ഖിസ്സ, ഈ കഥയ്ക്ക് ഒരു ടൈറ്റിൽ എഴുതുക. അസ്സഅലബുൽ വൽ ഖുറാബു, കുറുക്കനും കാക്കയും. ഇനി എന്ത് എഴുതിയാലും കുഴപ്പമില്ല, ടൈറ്റിൽ എഴുതിയാൽ മാർക്ക് കിട്ടും. സാലബ് എന്ന് മാത്രം എഴുതാം, കുറുക്കൻ ഖുറാബ് എന്ന് മാത്രം എഴുതാം, ഹീലത്തുൽ സാലബി എന്ന് എഴുതാം, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. നസ്തഖ്രിജു മിനൽ ഖിസ്സത്തി, ഈ കഥയിൽ നിന്നും കണ്ടെത്താം അൽ അഫ്ആൽ അൽ മാളിയത്ത, മാളിയായ ഫീലുകൾ. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. മിസാൽ: ഖതഫ, ഖതഫ പറിച്ചു, തട്ടിപ്പറിച്ചു. അതൊരു മാളിയായ ഫീലാണ്, തട്ടിക്കൊണ്ടുപോയി അല്ലെ. അതേപോലുള്ള മാളിയായ ഫീലുകൾ ഈ കഥയിൽ നിന്നും കണ്ടെത്തി ഇവിടെ എഴുതുക. ഇതൊക്കെ മാളിയായ ഫീലുകളാണ് കഥയിൽ വന്ന. ജലസ ഇരുന്നു, മറ നടന്നു അല്ലെങ്കിൽ പോയി, റഅ കണ്ടു, ഫക്കറ ചിന്തിച്ചു, ഖാല പറഞ്ഞു. ഓക്കെ, ഇത്രയൊക്കെയാണ് ചോദ്യങ്ങളുള്ളത്. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക.